ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങൾ എൻ്റെ ഇഷ്ടപ്പെട്ട പിസ്സയാണ് ഇവിടെ ഉണ്ടാക്കാൻ പോണത്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. നമ്മൾ ഇതിനകത്തോട്ട് പശുവും പാലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് 3 കോഴിമുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് കട്ട് ചെയ്ത ബ്രെഡൊക്കെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് പിസ്സയുടെ അകത്തോട്ട് ചേർക്കാനുള്ള വെജിറ്റബിളൊക്കെ നോക്കാം. അപ്പോൾ ഇതേ ഇത്രയും വെജിറ്റബിളാണ് നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. തക്കാളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, പിന്നെ ക്യാപ്സിക്കൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, പിന്നെ സബോള അരിഞ്ഞു വെച്ചിട്ടുണ്ട്, പിന്നെ ക്യാരറ്റ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ പ്രധാനമായിട്ട് ചേർക്കുന്നത് ചീസാണ്. ചീസ് നമ്മൾ കൂടുതലായിട്ടാണ് എടുത്തിട്ടുള്ളത്. അരിഞ്ഞു വെച്ചിട്ടുള്ള വെജിറ്റബിളൊക്കെ നമുക്ക് ഒന്നും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒന്ന് 2 മിനിറ്റ് മാത്രം കുക്ക് ചെയ്താൽ മതിയാവും. ഇതും നമ്മൾ വേവിക്കേണ്ട ആവശ്യമില്ല. ഏകദേശം 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ചെറിയൊരു ബിരിയാണി ചെമ്പിലാണ് നമ്മൾ പിസ്സ ബേക്ക് ചെയ്യാൻ വെക്കുന്നത്. പിസ്സയുടെ ഒരു സൈഡ് നമ്മൾ ബേക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത സൈഡ് നമുക്ക് ഡെക്കറേഷനൊക്കെ ചെയ്തിട്ട് അടുത്ത സൈഡിലോട്ട് പോകാം. ടൊമാറ്റോ സോസും പിസ്സ സോസും അത് ഇതിനകത്തോട്ട് ചേർക്കുന്നത്. ഇനി നമ്മൾ കുക്ക് ചെയ്ത് വെച്ച വെജിറ്റബിളൊക്കെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഫൈനലായിട്ട് നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ഫൈനലായിട്ട് നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കഴിച്ചാലോ. ഇത്ര വലിയ പിസ്സ ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്.
ടേസ്റ്റി. വീഡിയോ ഇഷ്ടപ്പെട്ട കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണേ.